Hi students, MG University BCA second semester discrete mathematics 2 അതിൻ്റെ module 2 ആണ് ട്രീസ്. നമുക്കത് നോക്കാം. ഫസ്റ്റ് മോഡ്യൂളിൽ ഗ്രാഫിനെ കുറിച്ച് കണ്ടു. അപ്പോൾ ട്രീ എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്. കണക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിനെയാണ് ട്രീ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ കണക്റ്റഡ് ആയിരിക്കണം, സൈക്കിൾ കാണരുത്, എന്ന് വെച്ചാൽ സർക്യൂട്ട് കാണരുത്. എ ട്രീ ഈസ് എ കണക്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് നോ സിമ്പിൾ സർക്യൂട്ട്. എന്ന് വെച്ചാൽ വെർട്ടക്സുകളെല്ലാം എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യണം, പക്ഷേ അതിനകത്തൊന്നും സൈക്കിള് കാണരുത്. ഓക്കെ, അതായത് ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഈസ് ആൻ യുണീക്ക് സിമ്പിൾ പാത്ത് ബിറ്റ്വീൻ എനി ടു ഓഫ് ഇറ്റ്സ് വെർട്ടീസസ്. ഏത് രണ്ട് വെർട്ടക്സ് എടുത്താലും അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരു സിമ്പിൾ പാത്തേ കാണാവൂ. ഒന്നിൽ കൂടുതൽ വന്നാൽ അവിടെ സൈക്കിൾ വരും. ഓക്കെ, അപ്പോൾ സൈക്കിൾ ഇല്ല, കണക്റ്റഡ് ആണ്. റൂട്ടഡ് ട്രീ. എ റൂട്ടഡ് ട്രീ ഈസ് എ ട്രീ ഇൻ വിച്ച് വൺ വെർട്ടക്സ് ഹാസ് ബീൻ ഡിസിഗ്നേറ്റഡ് ആസ് ദ റൂട്ട് ആൻഡ് എവറി എഡ്ജ് ഈസ് ഡയറക്റ്റഡ് എവേ ഫ്രം ദ റൂട്ട്. അതായത് ഒരു വെർട്ടക്സ്, അതിൽ നിന്ന് വേണം ബാക്കിയെല്ലാം പോകാൻ. അപ്പോൾ എ ആണ് ഇവിടുത്തെ റൂട്ട്, എയിൽ നിന്നാണ് ബാക്കിയെല്ലാം പോയത്. ഓക്കെ, ഇനി സപ്പോസ് ദാറ്റ് ടി ഈസ് എ റൂട്ടഡ് ട്രീ. If V is a vertex in T other than root, the parent of V is the unique vertex U such that there is a directed graph from U to V. എന്ന് വെച്ചാൽ ടി ഒരു റൂട്ടഡ് ട്രീ ആണ്. റൂട്ട് അല്ലാത്ത ഒരു വെർട്ടക്സ് വി. ഓക്കെ, അപ്പം വിയുടെ പേരൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? It is a unique vertex U such that there is a directed edge from U to V. യുയിൽ നിന്ന് വിയിലേക്ക് ഒറ്റ ഒരു എഡ്ജേ ഉള്ളൂ എങ്കിൽ വിയുടെ പേരൻ്റ് ആണ് യു. വിയുടെ പേരൻ്റ് ആണ് യു എങ്കിൽ വിയെ നമ്മൾ പറയും ചൈൽഡ് ഓഫ് യു എന്ന് പറയും. ഇനിയും ഒന്നിൽ കൂടുതൽ വെർട്ടക്സിന് ഒരേ പേരൻ്റ് ആണെങ്കിൽ സിബ്ലിങ്സ് എന്ന് പറയുന്നു. ഇനി ചൈൽഡുകൾ ഇല്ലാത്ത, എന്ന് വെച്ചാൽ ചിൽഡ്രൻ ഇല്ലാത്ത വെർട്ടക്സിനെ ലീഫ് എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ താഴോട്ടൊന്നും ഇല്ല. ഇനി ചിൽഡ്രൻ ഉള്ളതിനെ ഇന്റേണൽ വെർട്ടക്സ് എന്ന് വിളിക്കുന്നു. ഇനി ആൻസിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു വെർട്ടക്സ് ലോട്ട് മേളിൽ നിന്ന് വരുന്നത്. ഡിസെൻഡേഴ്സ് എന്ന് വെച്ചാൽ ഒരു വെർട്ടക്സിൽ നിന്ന് താഴോട്ട് പോകുന്നത്. The ancestor of a vertex other than root are the vertices in the path from the root to its vertex excluding the vertex itself and including the root. അതായത് നോക്കാം, ഈ ഒരു ഗ്രാഫിനകത്ത് എ ആണ് റൂട്ട്. ഇതിനകത്തെ ലീവ്സ് ആണ് ഡി, ഇ, കെ, എൽ, എം. കാരണം ഇതിന് ചിൽഡ്രൻ ഇല്ല. ഇനി ചിൽഡ്രൻ ഉള്ള ആർക്കൊക്കെയോ? എയ്ക്കുണ്ട്, ബിക്കുണ്ട്, സിക്കുണ്ട്, എച്ചിനുണ്ട്, ജിക്കുണ്ട്, ജെയ്ക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം സിയുടെ പേരൻറ്റ്. അപ്പോൾ സിയുടെ പേരൻ്റ് എന്ന് വെച്ചാൽ സി എവിടെ നിന്നാണ് വരുന്നത്? ബിയിൽ നിന്ന്. അപ്പോൾ ബി ആണ് പേരൻറ്റ്. ജിയുടെ ചിൽഡ്രൻ. ജിയുടെ ചിൽഡ്രൻ എന്ന് വെച്ചാൽ ജിയിൽ നിന്ന് പോകുന്നത് എച്ച് ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്. സിബ്ലിങ്സ് ഓഫ് എച്ച്. അപ്പോൾ എച്ചിൻ്റെ പേരൻ്റ് ആര്? ജി. അപ്പോൾ ജിയുടെ ചൈൽഡ് ആരൊക്കെയാണ്? എച്ച് ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്. അപ്പോൾ എച്ചിൻ്റെ സിബ്ലിങ്സ് എന്ന് വെച്ചാൽ ഐയും ജെ. ഇനി ആൻസിസ്റ്റേഴ്സ് ഓഫ് ഇ. അപ്പോൾ ഇ എവിടെ നിന്ന് വരുന്നു? ഇ സിയിൽ നിന്ന് വരുന്നു, സി ബിയിൽ നിന്ന് വരുന്നു, ബി എയിൽ നിന്ന് വരുന്നു. അപ്പോൾ ആൻസിസ്റ്റർ ഓഫ് ഇ എന്ന് വെച്ചാൽ സി, ബി, എ. ഇനി ഇതിനകത്ത് ഇന്റേണൽ വെർട്ടക്സ് എന്ന് വെച്ചാൽ ഏറ്റവും ഉള്ള റൂട്ടും ഏറ്റവും താഴെയുള്ള ലീവ്സുകളും മാറ്റി ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? സി, ബി, എച്ച്, ജി, ജെ. ഇതിൽ ഐ ലീഫാണ്, എഫ് ലീഫാണ്. ഓക്കെ, ഇനി ലീഫുകൾ എന്ന് പറയാൻ മുമ്പേ പറഞ്ഞു. ഡിസെൻഡേഴ്സ് ഓഫ് ബി. ബിയുടെ ഡിസെൻഡേഴ്സ് എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് പോകുന്നത് സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഓക്കെ, എം ആർ ഐ ട്രീ എന്ന് വെച്ചാൽ MARY എന്നേ ഉള്ളൂ കേട്ടോ. MRI ട്രീ എന്ന് വെച്ചാൽ A rooted tree is called MRI tree if every internal vertex has no more than m children. എമ്മിൽ കൂടുതൽ ചിൽഡ്രൻ ഇല്ലാത്ത ഇന്റേണൽ വെർട്ടക്സുകളെയാണ് ആണെങ്കിൽ ആ ട്രീയെ നമ്മൾ MRI ട്രീ എന്ന് വിളിക്കുന്നു. ഇനി ഫുൾ MRI ട്രീ എന്ന് വെച്ചാൽ എല്ലാ ഇന്റേണൽ വെർട്ടക്സിനും എക്സാക്ട്ലി m ചിൽഡ്രൻ ആകുമ്പോൾ
M2 ആകുമ്പോൾ നമ്മൾ ബൈനറി ട്രീ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് 2 പേര്, ഇയാൾക്ക് 2 പേര്, ഇയാൾക്ക് 2 പേര്. ഓക്കെ, ഫുൾ 3RA ട്രീ എന്ന് വെച്ചാൽ ARY ഉള്ളു കേട്ടോ. എന്ന് വെച്ചാൽ എന്തുവാ, ഇയാൾക്ക് 3, ഇയാൾക്ക് 3 അങ്ങനെ പോകുന്നത്. ഓക്കെ, ordered rooted tree എന്ന് വെച്ചാൽ an ordered rooted tree is a rooted tree where the children of each internal vertex are ordered. ഇനി 2 ചിൽഡ്രനെ ഉള്ളെങ്കിൽ ഫസ്റ്റ് ചൈൽഡിനെ ലെഫ്റ്റ് ചൈൽഡ് എന്നും സെക്കൻഡ് ചൈൽഡിനെ റൈറ്റ് ചൈൽഡ് എന്നും വിളിക്കുന്നു. ഇനി എ ട്രീ റൂട്ടഡ് അറ്റ് ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് എ വെർട്ടെക്സ് ഈസ് കോൾഡ് ലെഫ്റ്റ് സബ് ട്രീ. അതേപോലെ തന്നെ റൈറ്റിൻ്റെയും പറയാം. ഓക്കെ, അപ്പോൾ എയുടെ ലെഫ്റ്റ് ചൈൽഡ് ബി ആണ്, റൈറ്റ് ചൈൽഡ് സി ആണ്. ഓക്കെ, അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രീക്ക് n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിന് n-1 എഡ്ജസ് ഉണ്ട്. ഒരു ഫുൾ MRI ട്രീക്ക് i ഇന്റേണൽ വെർട്ടീസസ് ഉണ്ട് എങ്കിൽ mi+1 വെർട്ടീസസ് അതിന് കാണും. അപ്പോൾ റൂട്ട് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്തുകൊണ്ട് m ചിൽഡ്രൻ കാണും, അതാ MRI. അപ്പോൾ എവരി വെർട്ടെക്സ് എക്സെപ്റ്റ് റൂട്ട് ഈസ് എ ചൈൽഡ് ഓഫ് an internal vertex because each of the I internal vertex has m children. So there are mi vertices in the tree other than root. അതിൻ്റെ കൂടെ റൂട്ട് കൂടെ ചെയ്യുമ്പോൾ mi+1 അത്രയും വെർട്ടീസസ് കാണും. ഇവിടെ കൊടുത്തിട്ടുണ്ട് 2RI ട്രീയാണ്. അപ്പോൾ എത്ര വെർട്ടീസസ് കാണും? 1 2 3 4 5 6 7. അപ്പം റൂട്ട് അഴിച്ച് ബാക്കി 1 2 3 4 5 6 ഉണ്ട്. അത് വരുന്നത് എങ്ങനെ? M2 ആണ്, I എയും ബിയും സിയും ആണ്. ഓക്കെ, അപ്പോൾ m × I എന്ന് വെച്ചാൽ 2 × 3 6 +1. ഇനി ഒരു ഫുൾ MRI ട്രീക്ക് I ഇന്റേണൽ വെർട്ടീസസും നമ്പർ ഓഫ് ലീവ്സ് L ആണെങ്കിൽ L+I വെർട്ടീസസ് കാണും. നമ്പർ ഓഫ് ഇന്റേണൽ വെർട്ടീസസ് പ്ലസ് നമ്പർ ഓഫ് ലീവ്സ് ആണ് നമ്പർ ഓഫ് വെർട്ടീസസ്. ഓക്കെ, അതായത് സപ്പോസ് ദാറ്റ് T ഈസ് എ ഫുൾ MRI ട്രീ വിത്ത് n വെർട്ടീസസ് ഹാസ് n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ഇന്റേണൽ വെർട്ടെക്സ് കാണും? അതിൽ റൂട്ട് മാറ്റി എന്ന് വെച്ചാൽ n-1/m. കാരണം ഓരോരുത്തർക്ക് m അല്ലേ, അത്രയും n-1/m ഇന്റേണൽ വെർട്ടീസസ് കാണും. ആൻഡ് ലീവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? m-1 × n +1/m ലീവ്സ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പം നമുക്ക് ഈ കാര്യം കിട്ടും. ഇനി റൂട്ടഡ് ട്രീൻ്റെ ലെവലും ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ ലെവൽ ഓഫ് എ വെർട്ടെക്സ് ഇൻ എ റൂട്ടഡ് ട്രീ ഈസ് ദ ലെങ്ത് ഓഫ് ദ യുണീക്ക് പാത്ത് ഫ്രം ദ റൂട്ട് ടു ഇറ്റ്സ് വെർട്ടെക്സ്. ദ ലെവൽ ഓഫ് ദ റൂട്ട് ഈസ് ഡിഫൈൻഡ് ടു ബി 0. റൂട്ടിൻ്റെ ലെവൽ 0 ആണ്. ഹൈറ്റ് എന്ന് വെച്ചാൽ മാക്സിമം ഓഫ് ദ ലെവൽസ് ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് എ റൂട്ടഡ് ട്രീ ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് പാത്ത് ഫ്രം ദ റൂട്ട് ടു എനി വെർട്ടെക്സ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. അപ്പോൾ മാക്സിമം ലെവൽ 4 അല്ലേ, അപ്പോൾ ഹൈറ്റ് 4 ആണ്. അപ്പോൾ ലെവൽ 0 വരുന്ന വെർട്ടെക്സ് A ആണ്, ലെവൽ 1 വരുന്ന B, J, K ആണ്. അങ്ങനെ a rooted MRI tree of height h is balanced if all the leaves are at levels h or h-1. അപ്പോൾ h ഹൈറ്റ് വരുന്ന ഒരു MRI ട്രീ ബാലൻസ്ഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? എല്ലാ ലീവ്സും ലെവൽ എച്ചിലോ അല്ലെങ്കിൽ h-1 ആണ് എങ്കിൽ. ഇതാണ്. അല്ലാതെ ഇവിടെ വരില്ല, ലീഫ് ഇവിടെ വരില്ല. ഒന്നുകിൽ ലാസ്റ്റ് ലൈന് അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ലൈന്, അവിടെ ലീവ്സ് വരാവും. ഇത് ബാലൻസ്ഡ് അല്ല. കാരണം എന്തോ 4ഉം 3ഉം മാത്രമല്ല കണ്ടു, ഇവിടെ 2ലും വന്നു. അത് പറ്റത്തില്ല. ഓക്കെ, ആപ്ലിക്കേഷൻ ബൈനറി സെർച്ച് ട്രീ.
Binary search tree is a binary tree in which each child of a vertex is designated as a right child or left child. No vertex has more than one right child or left child, and each vertex is labeled with a key so that the key of a vertex is larger than the keys of all vertices in the left subtree and smaller than keys of all right subtree. Procedure എന്ന് വെച്ചാൽ start with a tree containing just one vertex, namely root. The first item in the list is assigned as the key of the root. To add a new item, first compare it with the keys of vertices already in the tree. Starting at that root, moving to the left if the item is less than the key, and moving to the right if the item is greater than tree. Okay. Form a binary search tree for the words mathematics, physics, geography, zoology, metrology, ജിയോളജി. ബൈനറിയാണ്. അപ്പോൾ ഒരാൾക്ക് രണ്ടുപേരെ വരാം. അപ്പോൾ ആദ്യമേ മാത്തമാറ്റിക്സ് എടുത്തു. മാത്തമാറ്റിക്സ്, അവിടെ ഫിസിക്സ്, ജോഗ്രഫി. അപ്പോൾ നോക്കിക്കേ, MNOP. അപ്പോൾ ഇത് കൂടുതൽ, അപ്പോൾ റൈറ്റിൽ, ലെഫ്റ്റ് കുറവ്, G അത് വെച്ചു. ഓക്കെ. ഇനി G ജോഗ്രഫി അല്ലേ, അപ്പം ജോഗ്രഫിയെക്കാട്ടിലും ചെറുതാണ് കെമിസ്ട്രി, ജോഗ്രഫിയെക്കാൾ വലുതാണ് ജിയോളജി. എന്ന് വെച്ചാൽ നമ്മുടെ ഡിക്ഷണറിയിലെ വേർഡ് അനുസരിച്ച്. ഇനി ഫിസിക്സ് നോക്കുവാണെങ്കിൽ അടുത്ത മെട്രോളജി, സുവോളജി നോക്കുകയാണെങ്കിൽ മെട്രോളജി ചെറുതാണ്, സുവോളജി വലുതാണ്. അപ്പോൾ അത് വെച്ചു. ഇനി സൈക്കോളജി വരുമ്പോൾ സുവോളജിയുടെ ലെഫ്റ്റിലാണ് വരുന്നത്. പിടി കിട്ടിയല്ലോ. ബനാന, പീച്ച്, ആപ്പിള്, പിയർ, കോക്കനട്ട്, മാംഗോ, പപ്പായ യൂസിങ് ആൽഫബറ്റിക് ഓർഡർ. അപ്പോൾ ബനാന. അപ്പം അടുത്ത എന്താ, പീച്ചും ആപ്പിളും. അപ്പോൾ ആപ്പിള് ലെഫ്റ്റിലും പീച്ച് റൈറ്റിലും. ആപ്പിള് ലെഫ്റ്റിലും പീച്ച് റൈറ്റിലും. ഇനി എന്തുവാ, കോക്കനട്ട്, പിയറ കോക്കനട്ട്. അപ്പോൾ പീച്ചിൻ്റെ ലെഫ്റ്റ് കോക്കനട്ട്, റൈറ്റ് പിയർ. അടുത്ത മാംഗോ, പപ്പായ. അപ്പോൾ കോക്കനട്ടിൻ്റെ റൈറ്റിൽ മാംഗോ വരും, പപ്പായ റൈറ്റിലാണ് വരണ്ടേ, പക്ഷെ എന്തുവാ, അപ്പം മാംഗോയിൽ നിന്ന് റൈറ്റിലോട്ട് പപ്പായ വെക്കും. ഓക്കെ. മുപ്പത്, 20, 5, 60, 18. അപ്പോൾ 30 എഴുതി കഴിഞ്ഞാൽ അടുത്ത 20 അല്ലേ, അപ്പോൾ 20 വെച്ചു. 5 ഉണ്ട് അതിനേക്കാൾ താഴെ, അപ്പോൾ റൈറ്റിലോട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ 20ൻ്റെ താഴെ ലെഫ്റ്റായിട്ട് 5 വരച്ചു. ഇനി അടുത്ത നമ്പർ 60 ആണ്. അപ്പോൾ 30ൻ്റെ റൈറ്റ് 60 വരച്ചു. ഇനി 18 ആണ്. 18 ഇവിടെ 5ൻ്റെ റൈറ്റിലോട്ട് വരയ്ക്കാം. ഓക്കെ. പ്രിഫിക്സ് കോഡ്. Prefix code can be represented using a binary tree where the characters are labels of the leaves in the tree. The edge of the trees are labeled so that an edge leading to a left child is assigned as 0 and an edge leading to right child as 1. ഇപ്പോൾ ലെഫ്റ്റിലാണെങ്കിൽ 0യും റൈറ്റിലാണെങ്കിൽ 1. A bit string used to encode the character is a sequence of labels of the edges in the unique path from the root to the leaf that has its character has its label. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. E, A, T, N, S. അപ്പം E നോക്കുവാണെങ്കിൽ 0. എ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്നതാണ് 1 0. ഇനി ടി ആണെങ്കിൽ എന്തോ 1 1 0. ഇനി എൻ ആണെങ്കിലോ 1 1 1 0. ഇനി എസ് ആണെങ്കിൽ 1 1 1 1. അപ്പം അങ്ങനെ എഴുതി. അപ്പം ബിറ്റ് സ്ട്രിങ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അപ്പം 1 1 1 1 അതെന്തുവാ എസ്. ഇനി 1 0 എ, 1 1 1 0 N 0 E. അപ്പോൾ S N E.
അപ്പം അങ്ങനെ എഴുതുന്നതാണ് ഇത്. അതേപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേറൊരു എക്സാമ്പിൾ. Huffman coding. Using Huffman coding, encode the following symbols with frequencies listed: A 0.08, B 0.10, C 0.12, D 0.15, E 0.20, F 0.35. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ടു എൻകോഡ് എ ക്യാരക്ടർ. അപ്പോൾ ABCD തന്നേക്കുന്ന എഴുതി. അതിനകത്ത് ഏറ്റവും ചെറുത് ഏതാ? 0.08ഉം 0.10. അപ്പം നമ്മൾ 0.1 അപ്പം നമ്മൾ B ആണ് A 0.08ഉം 0.10. അങ്ങനെ ഇതിനകത്ത് ഏറ്റവും ചെറുത് എയും ബിയുമാണ്. അതായത് 0.08ഉം 0.10 അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്നത് അത് രണ്ടും കൂടെ കൂട്ടുക. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടും? 0.18, പിന്നെ എന്തൊക്കെയുണ്ട്? 0.12, 0.15, 0.20, 0.35. അപ്പം അത് അസെൻഡിങ് ഓർഡർ ആയിട്ട് എഴുതും. അപ്പോൾ 0.12 C = 0.12 എഴുതുന്നു, D = 0.15 എഴുതുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിയുള്ളത് 0.18 ഇവിടെ എഴുതുന്നു. ഇനി അത് കഴിഞ്ഞ് E = 0.20യും F = 0.35 എഴുതുന്നു. അപ്പോൾ അവിടെ എന്തുമായിരുന്നു? ബിയും എയും ആയിരുന്നു. ഓക്കെ, അപ്പോൾ 0 എഴുതി. ഓക്കെ, ഇനി എന്തുവാ ചെയ്യുന്നതെന്നറിയോ? ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാണ്? ഇത് രണ്ടുമാണ്. 0.12ഉം 0.15ഉം. അപ്പോൾ അത് കൂട്ടുമ്പോൾ 0.27. അപ്പോൾ 0.27, 0.18, 0.20, 0.35. അത് അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ എന്തോ 0.18 അത് BA എന്ന് പറഞ്ഞ് എഴുതുന്നു. പിന്നെ 0.20 ആണ്. പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി 0.27, പിന്നെ ഇത്. ഓക്കെ, ഇനി എന്താണ്? ഇതിലെ ഏറ്റവും ചെറുത് ഏതാണ്? ഇതിലെ ഏറ്റവും ചെറുത് ഇത് രണ്ടുമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയ 0.38. അപ്പോൾ അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ 0.27 CD എഴുതുന്നു, DC എഴുതുന്നു. പിന്നെന്താ? 0.35. അപ്പോൾ F = എഴുതുന്നു. പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ്. അപ്പോൾ 0.38. അപ്പോൾ ഇവിടെ E വന്നു, ഇവിടെ എന്താണ്? ഇവിടെ ഇതും വന്നു. അപ്പോൾ നോക്കി, വലുതാണ് ലെഫ്റ്റിൽ എഴുതിയത് കേട്ടോ, ചെറുത് റൈറ്റിൽ എഴുതുന്നു. ഇവിടെ എല്ലാം അങ്ങനെയല്ലേ? B ആണ് വലുത്, A ആണ് ചെറുത്. അപ്പോൾ വലുതല്ല ലെഫ്റ്റിലും, ചെറുതല്ല റൈറ്റിലും എഴുതും. അപ്പോൾ ആ രീതി എഴുതി. ഇനി ഇതിനകത്ത് എന്തുവാ? ഏറ്റവും ചെറുത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയ എന്തുവാ? 0.62. അപ്പോൾ 0.38 ഇവിടെ എഴുതി, 0.62 ഇവിടെ എഴുതി, എന്നിട്ട് ഇങ്ങനെ എഴുതി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1. അപ്പോൾ അതങ്ങനെ എഴുതുമ്പോൾ നമുക്കിത് കിട്ടും. ഇനി എന്താ? ആവറേജ് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എന്തുവാ? എയുടെ 111, ബിയുടെ എന്തോ 01, സോറി ഇവിടുന്ന് വരുന്ന രീതിയിൽ 111 ആണ് എയുടെ, ബിയുടെ എന്തോ 110, ഇയുടെ എന്തോ 10, ഇനി സിയുടെ എന്തോ 011, എഫ് 00, ഡിയുടെ 010. അങ്ങനെ എഴുതി. എന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടോ? നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ്? 3 ആണ്. ഇവിടെ 3, ഇവിടെ 3, 3, 2, 2 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു എയുടെ വാല്യൂ എന്തായിരുന്നു? 0.8 അല്ലായിരുന്നു. അപ്പോൾ 3 ഇൻറ്റു 0.8 പ്ലസ് ബിയുടെ എന്തോ 0.10 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു അങ്ങനെ കൂട്ടുന്നു, ആൻസർ എഴുതുന്നു. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഇങ്ങനെ തന്നേക്കുവാണ്, ABCDE. അപ്പോൾ എന്താണ്? അത് അസെൻഡിങ് ഓർഡറിൽ എഴുതും. ഏറ്റവും ചെറുത് കൂട്ടി അപ്പോൾ എഴുതുമ്പോൾ എന്തുവാ? 0.25. അപ്പോൾ 20 ഉണ്ട്, 25 ഉണ്ട്, 25 ഉണ്ട്,
അപ്പോൾ ഇവിടെ എഴുതുന്നു. ഇനി ഏറ്റവും ചെറുത് കൂട്ടുന്നു, 0.45 അത് എഴുതുന്നു, മറ്റേ രണ്ടെണ്ണം എഴുതുന്നു. ഇനി ഏറ്റവും ചെറുതായി ഇത് രണ്ടും കൂട്ടി എഴുതുന്നു, അങ്ങനെ എഴുതുന്നു. എന്നിട്ട് ബിറ്റ് എയുടെ എന്തുവാ 11, ബിയുടെ എന്തോ 101, സിയുടെ എന്തോ 100, ഡിയുടെ എന്താ 101, ഇയുടെ 00, അങ്ങനെ വെച്ചിട്ട് പഴയ പോലെ ചെയ്തു. ഓക്കെ ആണല്ലോ. അതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ട്രാൻസ്വേഴ്സൽ അൽഗോരിതം. പ്രീ ഓർഡർ ട്രാൻസ്വേഴ്സലുണ്ട്, ഇൻ ഓർഡർ ട്രാൻസ്വേഴ്സലുണ്ട്, പോസ്റ്റ് ഓർഡർ ട്രാൻസ്വേഴ്സലുണ്ട്. അപ്പോൾ 3 ടൈപ്സ് അൽഗോരിതം ഉണ്ട്. പ്രീ ഓർഡർ ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ടി എന്ന് പറയുന്നത് ഓർഡേർഡ് റൂട്ടഡ് ട്രീ വിത്ത് റൂട്ട് 6 ഇഫ് ടി കൺസിസ്റ്റ് ഓൺലി of R, then R is the pre-order transversal of T. Otherwise, suppose that T1, T2, etc. Tn are the subtrees of at R from left to right in T. The tree order transversal begins by visiting R. It continues by transversing Ti in pre-order T1 in order pre-order than T2. അങ്ങനെ ചെയ്യും. അപ്പോൾ 6 T1 T2 ഇങ്ങനെ എഴുതുന്നു. എ ബി സി ഡിയുടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എ സി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ബിയിൽ നിന്ന് തുടങ്ങുന്ന ഇങ്ങനെ എഴുതി, ഡിയിൽ നിന്ന് തുടങ്ങുന്ന ഇങ്ങനെ എഴുതി. ഇനി എന്തുവാ എ എഴുതി, ബി അവിടെ മാറ്റി വെച്ചു, പിന്നെ ഇ തുടങ്ങുന്നത്, എഫ് ഇവിടെ തീർന്നു, സി അടുത്ത ഡി മാറ്റി വെച്ചു, ജി തുടങ്ങുന്നത് HIG, അങ്ങനെ എഴുതുന്നതിനെയാണ് പ്രീ ഓർഡർ ട്രാൻസ്വേഴ്സൽ എന്ന് വിളിക്കുന്നത്. ഇനി ഇൻ ഓർഡർ ട്രാൻസ്വേഴ്സൽ ആകുമ്പോൾ ഇവിടെ എന്തുവാ നോക്കിക്കേ, ഇവിടെ മേളിൽ എ ഉണ്ട്. അപ്പോൾ എയുടെ ലെഫ്റ്റ് വരുന്നത് എന്ത് ബി ആണ്. അപ്പോൾ BEF മാത്രം എഴുതുന്നു, എ എഴുതുന്നു, സി എഴുതുന്നു, ഡിയുടെ എന്തുവാ ഇപ്പുറത്ത് എഴുതും. എന്നിട്ട് ലെഫ്റ്റിലുള്ള ലെഫ്റ്റിൽ, റൈറ്റിലുള്ള റൈറ്റിൽ, ആ രീതിയിലാണ് അവിടെ എഴുതുന്നത്. പോസ്റ്റ് ഓർഡർ ട്രാൻസ്വേഴ്സൽ എന്ന് വെച്ചാൽ എന്താണ്? എ ബി ഇ അങ്ങനെ പോവല്ലേ. അപ്പം ബിയുടെ EF ഉണ്ട്, അതേപോലെ തന്നെ ബിയുടെ EF അതില്ല, ബിയുടെ എഴുതുന്നു, സി എഴുതുന്നു, ഡി എഴുതുന്നു, എ എഴുതുന്നു, എന്നിട്ട് ഇ ഇപ്പുറത്ത് എഴുതി, എഫ് ഇപ്പുറത്ത് എഴുതി, പിന്നെ ബി എഴുതി, അങ്ങനെ. അപ്പോൾ പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ ഒന്ന് മനസ്സിലാക്കി പഠിക്കണേ, ചോദിക്കുന്നതാണ്. An ordered rooted tree such expressions where the internal vertices represent operations and leaves represent variables. Okay. ഇനി അടുത്തത് spanning tree. Let G be a simple graph. A spanning tree of G is a subgraph of G that is a tree containing every vertex of G. എല്ലാ വെർട്ടക്സും വേണം, അതൊരു സബ്ഗ്രാഫും ആയിരിക്കണം, അതൊരു ട്രീയും ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് സ്പാനിങ് ട്രീ എന്ന് വിളിക്കുന്നത്. ഓക്കെ. എ സിമ്പിൾ ഗ്രാഫ് ഈസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ. ഇനി ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഉണ്ട്, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ഉണ്ട്. ഇപ്പോൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ ഒരു പ്രോബ്ലമാണ്. ABCDEFGHIJK ഇത്രയും 11 വെർട്ടക്സ് വരുന്നതാണ്. അപ്പോൾ ആദ്യമേ നമ്മളൊരു ട്രീ കൺസിഡർ ചെയ്തു, പിന്നെ അതിൽ നിന്ന് നോക്കി എഫ് ഏതാന്ന് നോക്കി, HK
JKHGF എന്ന് പറഞ്ഞ് നേരെ വരച്ചു. അവിടെ എച്ചിനകത്താണ് ഐ വരുന്നത്, അപ്പോൾ എച്ചിനകത്ത് ഐ. പിന്നെ എഫിനകത്തു നിന്നാണ് എന്താ വരുന്നത്, TECAB. അപ്പോൾ എഫിനകത്തു നിന്ന് ഡി ഉണ്ട്, ഇ ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്. പിന്നെ സിയിൽ നിന്ന് ബി ഉണ്ട്. ഓക്കെ, അവിടെ ട്രീ നമ്മൾ സർക്യൂട്ട് വരയ്ക്കത്തില്ല കേട്ടോ. അപ്പോൾ സർക്യൂട്ട് അവിടുത്തെ മാറ്റി. ഇവിടുത്തെ സർക്യൂട്ട് ഏതായിരുന്നു, ഇതായിരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മതി. എഫിൽ നിന്ന് ഡിയിൽ നിന്ന് ഇയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന രീതി. അല്ലാതെ നേരെ പോകുന്നത് നമ്മളങ്ങ് ഒഴിവാക്കി. കാരണം നേരെ പോകുന്നത് വരയ്ക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അതും കുഴപ്പമില്ല. അപ്പം ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് വെച്ചാൽ ബാക്ക് ട്രാക്കിംഗ് ആണ്. We can build a spanning tree for a connected symbol graph using depth first search. We will form a rooted tree and the spanning tree will be the underlining underdirected graph of this rooted tree. Arbitrarily choose a vertex. ഒരു vertex arbitrary ആയിട്ട് ചൂസ് ചെയ്യുന്ന as a root. Form a path starting at this vertex by successively adding vertices and edges where new edge is incident with the last vertex in the path and a vertex not already in the path. Continue adding vertices and edges to its path as long as possible. If the path goes through all the vertices of the graph, the tree consisting of this path is a spanning tree. However, if the path does not go through all vertices, more vertices and edges must be added. Move back to the next last vertex in the path and if possible form a new path starting at this vertex, passing through vertices that were not already visited. If this cannot done, move back another vertex in the path, that is 2 vertices back in the path and try again. Repeat this procedure beginning at the last vertex visited. Move back up the path 1 vertex at a time, forming new paths that are as long as possible until no more edges can be added. അപ്പോൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനെ ബാക്ക് ട്രാക്കിംഗ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. We can also produce a spanning tree of a simple graph by using breadth first search. Again, a rooted tree will be constructed and the underlying underdirected graph of this rooted tree forms a spanning tree. Arbitrarily choose a root from the vertex of the graph, then add all edges incident to this vertex. അപ്പോൾ ഒരു വെർട്ടെക്സ് എടുത്തു, അതിൽ എഡ്ജസ് എല്ലാം വരയ്ക്കുക, അതിനകത്ത് ഇൻസിഡൻ്റ് ആവുന്ന എല്ലാ എഡ്ജസും വരയ്ക്കുക. പിന്നെ അതിൽ നിന്ന് പിന്നെ അടുത്ത ലെവലിലോട്ട് പോകും. അതാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് ആദ്യമേ ഇ വരച്ചു. അപ്പോൾ ഇയിൽ നിന്ന് എങ്ങോട്ടുണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, ഐ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരച്ചു. ഇനി ബിയിൽ നിന്ന് പോകുന്ന എങ്ങോട്ട്, ഡിയിൽ നിന്ന് പോകുന്ന എങ്ങോട്ട്, എഫിൽ നിന്ന് പോകുന്ന എങ്ങോട്ട്, ഐയിൽ നിന്ന് പോകുന്ന എങ്ങോട്ട്, അങ്ങനെയാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഡെപ്ത് ഫസ്റ്റ് സെർച്ചും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും രണ്ടും മനസ്സിലാക്കി പഠിക്കുക. അത് ചോദിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളെ പഠിപ്പിച്ച പ്രോബ്ലംസ് കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കുക. ബാക്ക് ട്രാക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഗ്രാഫ് കളറിംഗ് ആണ്. അത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ഒരെണ്ണമാണ് എൻ ക്യൂൻ പ്രോബ്ലം. അതായത് N/N ചെസ് ബോർഡിനകത്ത് എൻ ക്യൂനെ എങ്ങനെ പ്ലേസ് ചെയ്യാം സോ ദാറ്റ് നോ 2 ക്യൂൻസ് ക്യാൻ അറ്റാക്ക് വൺ അനദർ. ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ച് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ ഒരെണ്ണം പോസിബിൾ ആണോ എന്ന് നിങ്ങളത് പഠിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ 4x4 കാര്യം വരച്ചിട്ടുണ്ട്. 4x4 4 ക്യൂൻസ്
ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, അതേപോലെ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ചെസ് ബോർഡ് 8x8 അപ്പോൾ 8 ക്യൂന് വെച്ച് അങ്ങനെ പറ്റുമോ, അത് ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച്, സ്പാനിങ് ട്രീ വരയ്ക്കാൻ, ഹഫ്മാൻ കോഡിങ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.